ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഈ പാർലമെന്റിനകത്തും പുറത്തും രാഹുലും ഇവിടെ സഭയ്ക്കകത്തും നിയമസഭയ്ക്കകത്തും പുറത്തും സതീശനും ചെന്നിത്തലയും ഒക്കെ പറയുന്നതിനെ, നഖശിഖാന്തം എതിർക്കുന്നതിനെ അനുകൂലിക്കുകയാണ്, അല്ലെങ്കിൽ പുകഴ്ത്തി പറയുകയാണ് ശശി തരൂർ. ഈ കോൺഗ്രസിന് ഇനിയും തരൂരിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ടില്ലെന്നോ? അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് കൃഷ്ണരാജ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം പുറത്തു വരുന്നത്. അല്ല, തരൂരിന് കോൺഗ്രസിനെ മനസ്സിലായി, ഇനിയും തരൂരിനെ കോൺഗ്രസിന് മനസ്സിലായില്ലെന്നോ എന്നാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തരൂർ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ്സുകാരന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചപ്പോഴാണ് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവും അദ്ദേഹം ഇവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണോ എന്നുള്ള പുനരന്വേഷണത്തിലാണ് അദ്ദേഹം ഇന്ന്. കാരണം അധികാരം നഷ്ടപ്പെട്ട് 3 ടേമിനകത്തേക്ക് കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ മന്ത്രിസഭയ്ക്കകത്തുള്ള ഇത്തരത്തിലുള്ള അധികാര കൊതിയും കുടുംബാധിപത്യവും പുലർത്താൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ചുള്ള ധാരണകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ ജയരാജ് സാറിനെ ഞാൻ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിച്ചത്. സർ, താങ്കൾ ഇതുവരെ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു തുറന്ന് സമ്മതിക്കലാണ്. കമ്മ്യൂണിസം താത്വികമായി പരാജയപ്പെട്ടിരിക്കുന്നു, പ്രായോഗിക തലത്തിലും അത് പരാജയപ്പെട്ടിരിക്കുന്നു. മാർക്സിന്റെ മിച്ച മൂല്യ സിദ്ധാന്തം പൊതുമേഖലയിൽ ആവണം എന്നുള്ളതും ക്യാപിറ്റൽ വരാൻ പാടില്ല എന്നുള്ളതും തിരുത്തി പറയാൻ വളരെ വൈകിയാണെങ്കിലും ഒരുപക്ഷെ താങ്കൾ പറയുന്ന മാതിരി കേരളം ഭരിക്കുന്നവർ പറയുന്നുണ്ടോ? താങ്കൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ചില കണക്കുകളെ കുറിച്ച്. ആത്മഹത്യ കേരളത്തിൽ കുറവാണ്. സർ, കേരളത്തിൽ ആത്മഹത്യ, വ്യവസായികൾക്കുള്ള ആത്മഹത്യ കേരളത്തിൽ കുറവാകാൻ കാരണം തലയ്ക്കകത്ത് വെളിവുള്ള ഒരാളും സർ കേരളത്തിൽ വ്യവസായം തുടങ്ങിയിട്ടില്ല കുറെ കാലമായിട്ട്. ഞാൻ കൃത്യമായി ഒരു ചോദ്യം താങ്കളോട് ചോദിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്നിരിക്കുന്ന അസംബ്ലിംഗ് ടെക്നോളജി അല്ലാത്ത ഒരു വ്യവസായം സാർ ചൂണ്ടിക്കാണിക്കൂ. ഇപ്പൊ കേരളത്തിൽ വന്നത് എന്താണ്? സംരംഭകർ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ അങ്ങ് ചെന്നൈയിൽ നിന്നോ കോയമ്പത്തൂരിലോ പോയിട്ട് അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. പകരം താങ്കൾ ഒന്നുകൂടി പറഞ്ഞു, കേരളത്തിൽ പവർ ഇല്ല. സർ, എന്തുകൊണ്ടാണ് കേരളത്തിലെ പവറിന് എന്തു പറ്റി? അസംസ്കൃത പദാർത്ഥമില്ലാത്ത പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം? എന്താണ് സർ കേരളത്തിലെ വിദ്യുച്ഛക്തിയുടെ റോ മെറ്റീരിയൽ? സുലഭമായി കിട്ടുന്ന മഴ. ജലവൈദ്യുത പദ്ധതികൾക്ക് എന്താണ് സർ ആവർത്തന മൂലധനം വേണ്ടത്? വേണ്ട. പക്ഷെ മറ്റുള്ളിടത്തൊക്കെ എന്ത് വേണം? ഒന്നുകിൽ അവർക്ക് അണുശക്തി ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ കൽക്കരി വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, താപവൈദ്യുത നിലയം വേണം, അല്ലെങ്കിൽ ഈ തരത്തിൽ ഡീസൽ ഉപയോഗിച്ചത് വേണം, അല്ലെങ്കിൽ എഥനോൾ ഉപയോഗിച്ച് വേണം. അതിനൊക്കെ വലിയ മുതൽ മുടക്കുണ്ട് സർ. അതൊന്നുമില്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ട് പവർ കിട്ടിയില്ല എന്നതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. താങ്കൾ ഒന്നുകൂടി പറഞ്ഞു. എനിക്ക് രസമായിട്ട് എനിക്ക് തോന്നിയത് എത്ര സമർത്ഥമായിട്ടാണ് ജയരാജൻ സാറ് മലക്കം അറിയുന്നത്. കമ്പ്യൂട്ടറിനെ അല്ല എതിർത്തത് സർ. കമ്പ്യൂട്ടർ ഒരു ജോബ് ജനറേറ്റിംഗ് ടെക്നോളജിയാണ് എന്ന തിരിച്ചറിവല്ലേ നിങ്ങൾക്ക് അറിയാതെ പോയത്? ഞാൻ ചോദിക്കട്ടെ സർ, ഒരു 10-20 കൊല്ലം മുമ്പ് ഈ കമ്പ്യൂട്ടറിനെതിരായുള്ള പോരാട്ടം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളെ ചെന്നൈയിലേക്കും അങ്ങ് ബാംഗ്ലൂരിലേക്കും പോകേണ്ടി വരുമായിരുന്നു. സർ, എത്ര നികുതി പണമാണ്, അവിടുത്തെ ടാക്സ് ആണ് സർ ഈ കുട്ടികളുടെ ശമ്പളത്തിലൂടെ കേരളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ തുറന്ന് ചിന്തിക്കണ്ടേ? താങ്കൾ തുറന്നു പറഞ്ഞതിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ക്യാപിറ്റലിസവും എന്റർപ്രണർഷിപ്പും ആവശ്യമുണ്ട്. എന്റർപ്രണർഷിപ്പായി വന്ന ആളുകളോട് പാർട്ടി പുലർത്തിയ ചില സമീപനങ്ങളുടെ ഉദാഹരണമാണ് നേരത്തെ സേനാപതി വേണുവും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും സർ. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലപാട് എന്തായിരുന്നു കുറച്ച് മുമ്പ്? എം ദാസൻ എംഡിറ്റ് തുടങ്ങുന്നത് വരെ എന്തിനായിരുന്നു സാർ കുറെ കുട്ടികളെ നമ്മൾ കൂത്തുപറമ്പിൽ വെടിവെച്ച് കൊല്ലാൻ ഇടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയത്? അതിന്റെ ടെക്നോളജി, അതിന്റെ സാങ്കേതികത്വത്തിന്റെ പേരിൽ കടിച്ചു തൂങ്ങി ഒരു സംസ്ഥാനത്തിന്റെ തലമുറയാകെ ഇല്ലാതെ ചെയ്യുമ്പോൾ ഒരു സത്യം നമ്മൾ തുറന്നു സമ്മതിക്കേണ്ടി വരും. ഞാൻ ജയരാജൻ സാറോട് അദ്ദേഹത്തിന്റെ അക്കാദമിക് തലത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസത്തെയും വിവരത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ സർ, ലോകത്തെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസ്ഥാനവും ഭരിച്ച നന്നായി മെച്ചപ്പെട്ടു പോയ ഒരു രാജ്യത്തിന്റെ ഉദാഹരണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? 1/3 രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ലോക തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച പ്രത്യയശാസ്ത്രം, സോവിയറ്റ് റഷ്യ മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുക്കുക. എവിടെയെങ്കിലും സർ ഒരു രാജ്യത്തിലെ ജനതയുടെ ജീവിത സാഹചര്യങ്ങളെ
അല്പമെങ്കിലും മെച്ചപ്പെടുത്തിയ ഒരു ഭരണത്തെ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? 34 കൊല്ലം ഭരിച്ച ബംഗാൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു സർ? ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ കൽക്കത്ത ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് അവിടെ എത്തിയിരിക്കും വ്യവസായങ്ങളുടെ എന്റർപ്രണർമാരുടെ അവസ്ഥ ഇന്ന് എന്താണ് സർ? 24 കൊല്ലം ഭരിച്ച ത്രിപുരയിലെ പുതു അവസ്ഥ എന്താണ് സർ? കേരളത്തിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് നിങ്ങൾക്ക് പങ്കില്ലേ? ഒരു പക്ഷേ ഒരു 20 കൊല്ലം പുറകിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? കാരണം കമ്പ്യൂട്ടർ ജോബ് ജനറേറ്റിംഗ് ഏജൻസിയാണ് തിരിച്ചറിയാൻ 20 കൊല്ലം എടുത്തു. കല്ലുവെട്ടി യന്ത്രം കേരളത്തിന് ആവശ്യമുണ്ട് തിരിച്ചറിയാൻ 20 കൊല്ലത്തിലധികം എടുത്തു. കേരളത്തിൽ മെതിയന്ത്രം വേണമെന്ന ആവശ്യം തിരിച്ചറിയാൻ നമ്മൾ വീണ്ടും ഒരുപാട് കാലം എത്തി. ഇപ്പോഴാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക വളർച്ച കേരളത്തിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോഴും നോക്കൂ, നിങ്ങൾ AI കുറിച്ച് നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ വാക്കുകളെ കുറിച്ച്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശശി തരൂർ പറയുന്നത് അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു ഇന്നത്തെ ചർച്ചയിൽ. ഇന്നലെ പറഞ്ഞത് മാത്രമല്ല, ഈസം ഡൂയിങ്ങിനൊപ്പം അദ്ദേഹം ചില മറ്റു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ചരിത്രത്തിലെ ഉയർന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്. സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഭരണകൂടവുമാണ്. ഉയർന്ന തൊഴിൽ ക്ഷാമം, പ്രത്യേകിച്ച് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ പ്രവാസമാണ് കേരളം ഉയരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാർഷിക പ്രതിസന്ധിയാണ് കേരളം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ ശശി തരൂർ ഒരു വിഷയത്തിൽ പറയുമ്പോൾ തന്നെ ഇന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ കോൺഗ്രസിനകത്തുള്ള എതിർപ്പ് കൊണ്ടാവാം മാറ്റി പറയേണ്ടി വന്നു. ഇനി ഞാൻ എന്റെ ജയരാജൻ സാർ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല സർ. ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾക്ക്. പ്രത്യയശാസ്ത്ര വരട്ടുവാദമാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്. എന്റെ ഓർമ്മയിൽ 1980കളുടെ അവസാനം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ കേരള പഠനം എന്നുള്ള ഒരു സംവാദത്തില് ഡോക്ടർ KN രാജും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും തിരുവനന്തപുരത്ത് AKG സെന്ററിൽ വെച്ച് നടന്ന ഒരു സംവാദ ഭൂമികയിൽ ആ സംവാദത്തിൽ ഇരു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലത് കാണിച്ചിരുന്നെങ്കിലും അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി. 1980കളിലാണ് ജയരാജൻ സാറെ നിങ്ങൾ ഓർക്കണം, അവർ അടിവരയിട്ട് പറഞ്ഞു കേരളം ഇന്ന് നേടിയിരിക്കുന്ന നേട്ടങ്ങളൊന്നും കേരളത്തിന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊരു മരീചികയായി കേരളം നാശത്തിൽ അഭിനയിക്കാതിരിക്കണമെങ്കിൽ കൃഷിയും വ്യവസായവും കേരളത്തിൽ വളർന്നു പന്തലിക്കണം. 1980കളുടെ അവസാനത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഡോക്ടർ KN രാജനെയും പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർക്കും സാമൂഹ്യ രംഗത്ത് പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പക്ഷെ ഉണ്ടായത് എന്താണ്? ശരി, കഴിഞ്ഞ 10-20 പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം.